ഹലോ ഫ്രണ്ട്സ്, ടൈൽ ഓഫ് ട്രേഡ്സ് ചാനലിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഓപ്ഷൻസ് ട്രേഡിങ്ങിനെ സംബന്ധിച്ച് വളരെ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ളൊരു വീഡിയോ സീരീസ് പോലെ ഇങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പം ഫസ്റ്റായിട്ട് ചെയ്തതിൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഓപ്പൺ ഇൻട്രസ്റ്റിനെ കുറിച്ചും അതുപോലെ തന്നെ ഓപ്ഷൻ ചെയിനിനെ കുറിച്ചുള്ള ഇതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ചാണ്. അതായത് ഓപ്ഷൻ്റെ പ്രീമിയം കൂടുകയോ കുറയുകയോ ചെയ്യുന്നതിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പാരാമീറ്റേഴ്സായ ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. വളരെ പ്രാക്ടിക്കലായിട്ടുള്ള രീതിയിൽ, അതായത് കോംപ്ലിക്കേറ്റഡ് ഫോർമുലയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഓപ്ഷൻ ഗ്രീക്സ് വെച്ചിട്ട് ഓപ്ഷൻ്റെ പ്രൈസ് എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ആകുന്നതെന്ന് ബേസിക് ആയിട്ടുള്ളൊരു മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിലേക്ക് പോകാം. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ച് വളരെ ബിഗിനേഴ്സിന് മനസ്സിലാവുന്ന രീതിയിൽ അതിനെ ഒന്ന് മനസ്സിലാക്കുകയും, അതായത് ഓപ്ഷൻ്റെ പ്രീമിയം പ്രൈസസിനെ എങ്ങനെയാണ് ഈ ഓപ്ഷൻ ഗ്രീക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഓപ്ഷൻ ഗ്രീക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ മെയിനായിട്ട് 5 ഓപ്ഷൻ ഗ്രീക്സ് ആണുള്ളത്. അതായത് ഡെൽറ്റ, ഗാമ, വീഗ, തീറ്റ, റോ. അപ്പോൾ ഈ 5 എണ്ണത്തിൽ റോ എന്ന് പറയുന്നത് ഒരു ഷോർട്ട് ടേം ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം, ഓപ്ഷൻ ട്രേഡറിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. കാരണം അത് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അതായത് ഒരു ലോങ് ടേം ആയിട്ടുള്ള ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യുന്നവർ അല്ലെങ്കിൽ എടുക്കുന്നവർ, അതായത് ഒരു പെർ ഇയറൊക്കെ ഇൻട്രസ്റ്റിൽ വരുന്ന ചേഞ്ച് മാത്രമാണ് അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുള്ളൂ. ചെറിയ ടേമിൽ ഇൻട്രസ്റ്റ് റേറ്റുകളിലൊന്നും വലിയ മാറ്റം വരാത്തതുകൊണ്ട് റോയെ തൽക്കാലം നമ്മൾ വിടുകയാണ്. എന്നാൽ എപ്പോഴും ഏറ്റവും ഡൈനാമിക്കായിട്ട് എല്ലാ ഇതിലും ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന 4 ഓപ്ഷൻ ഗ്രീക്സ് ഉണ്ട്. അത് ഡെൽറ്റ, ഗാമ, വീഗ, തീറ്റ എന്നീ 4 ഓപ്ഷൻ ഗ്രീക്സ് ആണ്. അപ്പോൾ അതിൻ്റെ ഓരോന്നിനെ നമ്മൾ എടുത്തിട്ട് ഓരോന്നും എങ്ങനെയാണ് വളരെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാകുന്നത്, ഓരോ ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറഞ്ഞാലും എന്താണെന്നൊന്ന് ഓപ്ഷൻ ചെയിനിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പ് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ ഓപ്ഷൻ ഗ്രീക്സോട് കൂടിയുള്ള ഒരു ഓപ്ഷൻ ചെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം സെൻസിബിൾ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ സൈറ്റിലേക്ക് പോവുകയാണ്. അതായത് ഗൂഗിളിൽ ജസ്റ്റ് സെൻസിബിൾ എന്ന് അടിക്കുക. ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളിതിൽ സബ്സ്ക്രിപ്ഷൻ ഒന്നും എടുക്കേണ്ട കാര്യമില്ല, ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ അതിൻ്റെ സൈറ്റിലേക്ക് വരും. സൈറ്റ് തുറന്നിട്ട് സെൻസിബിളിൻ്റെ ഇത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഈ ഒരു സെൻസിബിളിൻ്റെ ഇത് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് അനലൈസ് എന്ന് പറയുന്ന ഈ ഒരു ഇതിൽ വിൻഡോയിൽ ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഓപ്ഷൻ ചെയിൻ എന്ന് പറയുന്ന ഏറ്റവും ടോപ്പിലുള്ള ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ചെയിൻ നമുക്കിങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ഇതിനകത്ത് ഇപ്പം താഴെ ഏറ്റവും ബോട്ടത്തിൽ നമുക്ക് നോക്കിയാൽ കാണാം LTP വ്യൂ, ഗ്രീക്സ് വ്യൂ, ഓൾ കോളം വ്യൂ എന്നിങ്ങനെ 3 ഇത് കാണാൻ പറ്റും. അതിൽ നമ്മൾ ഗ്രീക്സ് വ്യൂവിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗ്രീക്സിൻ്റെ വാല്യൂസുള്ള ഓപ്ഷൻ ചെയിൻ ഇതിനകത്ത് കിട്ടും. ഇത് ഫ്രീ ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിനകത്ത് ഇപ്പം ലോഗിൻ ചെയ്യുകയോ അല്ലെങ്കിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കുകയൊന്നും വേണ്ട, ഫ്രീ ആയിട്ട് അവർ തരുന്നതാണ്. ഇപ്പം ഇതിനകത്തേക്ക് നോക്കിയാൽ കാണാം നമുക്കിപ്പം നിഫ്റ്റിയുടെ 14th മാർച്ച് എക്സ്പയറിയുടെ ഓപ്ഷൻ ചെയിനാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ നമുക്ക് ഈ ടോപ്പിൽ കാണാം ഗാമ, വീഗ, തീറ്റ, ഡെൽറ്റ, അങ്ങനെ ഓപ്ഷൻ ഗ്രീക്സിൻ്റെ എല്ലാം വാല്യൂസ് ഇവിടെ ഇങ്ങനെ ഓരോ കോളത്തിൽ ഇങ്ങനെ ഓരോ സ്ട്രൈക്ക് പ്രൈസിനുമുള്ള ഇതിങ്ങനെ ഈ കോളങ്ങളിലിങ്ങനെ എഴുതി വെച്ചേക്കുന്നത് കാണാം. അപ്പോൾ 14th മാർച്ച് എക്സ്പയറിയിൽ ATM എന്ന് പറയുന്ന ഇത് 22,500 ആണ്. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ സ്ട്രൈക്ക് പ്രൈസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗാമ, വീഗ, തീറ്റ, ഡെൽറ്റ എല്ലാം ഇതിനകത്ത് ഇങ്ങനെ നമുക്ക് ഓപ്ഷൻ്റെ ചെയിനിൽ തന്നെ കിട്ടാനായിട്ട് ഈ സെൻസിബിളിൻ്റെ സൈറ്റ് എടുത്താൽ മതി. ഇനിയിപ്പോൾ നമ്മൾക്ക് ഇത് ഓരോന്നും എന്താണെന്നുള്ളത് പഠിക്കാനായിട്ട് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ എടുക്കാം. അത് ഓരോന്നും മനസ്സിലാക്കിയതിന് ശേഷം നമുക്ക് ഈ ഓപ്ഷൻ ചെയിനിൽ വന്നിട്ട് അതിനെ പ്രാക്ടിക്കലായിട്ട് നമ്മൾ അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്നും കൂടെ നമുക്കൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറയുന്നത് ഡെൽറ്റ ആണ്. അപ്പോൾ ഡെൽറ്റ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡെൽറ്റ മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഓപ്ഷൻ പ്രൈസ് കൺസേണിങ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ അണ്ടർലൈങ് അസറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ്റെ പ്രീമിയം, അതിൻ്റെ അണ്ടർലൈങ്ങിൻ്റെ വാല്യൂ പ്രൈസ് 1 പോയിൻ്റ് അല്ലെങ്കിൽ 1 രൂപ വ്യത്യാസം വരുമ്പോൾ പ്രീമിയത്തിൻ്റെ പ്രൈസ് എത്ര ഡിഫറൻസ് വരുമെന്നുള്ളതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓപ്ഷൻ ഗ്രീക്കാണ് ഡെൽറ്റ. അപ്പോൾ നമുക്ക് ഓപ്ഷൻ ചെയിനിലേക്ക് പോയിട്ട് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കിയാൽ നോക്കാം. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഡെൽറ്റയുടെ വാല്യൂ 0 to 1 ആണ്.
ഉള്ളത്. അത് കോൾ ഓപ്ഷൻസിന് 0 to 1 പുട്ട് ഓപ്ഷൻസിന് -1 to 0 ഉള്ളത്. അപ്പോൾ അത് നമുക്കിപ്പോൾ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഡെൽറ്റയുടെ വാല്യൂ കണ്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുത്തിട്ടുണ്ട്. അപ്പം അത് സെൻസിബിൾ എന്നുള്ള സൈറ്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഇപ്പം നമുക്കിവിടെ കാണാം. ഇപ്പം നമ്മൾ ഡെൽറ്റയെക്കുറിച്ചാണ് പറയുന്നത്. അപ്പം നമുക്ക് ഡെൽറ്റ വാല്യൂസ് എഴുതിയിരിക്കുന്ന ഇതിൽ നോക്കാം. ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്ന ഡെൽറ്റ ആണ്. ഈ കോളത്തിലുള്ള ഡെൽറ്റയുടെ വാല്യൂസാണ് ഓരോ സ്ട്രൈക്ക് പ്രൈസിലും. അതായത് ഇപ്പോൾ നമുക്ക് കാണാം ഈ സൈഡിൽ കോൾ ഓപ്ഷൻസിൻ്റെ ഡെൽറ്റയും റൈറ്റ് സൈഡിൽ പുട്ട് ഓപ്ഷൻസിൻ്റെ ഡെൽറ്റയും ആണുള്ളത്. അപ്പോൾ ഡെൽറ്റ വാല്യൂസ് കാണാം. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നോർമലി നമുക്ക് ഈ ഇൻഡെക്സ് ഓപ്ഷൻസ് അല്ലെങ്കിൽ എന്തിൻ്റെ ആയാലും ഓപ്ഷൻസ് നമുക്ക് ഓരോ യൂണിറ്റായിട്ട് എടുക്കാൻ പറ്റില്ല, പെർ ലോട്ടേ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമുക്ക് ഇപ്പോൾ ഇത് ഒറ്റ ഒരു യൂണിറ്റിൻ്റെ പ്രൈസാണ് ഇപ്പം ലാസ്റ്റ് ട്രേഡഡ് പ്രൈസ് ആയിട്ട് ഇതിനകത്ത് കിടക്കുന്നത്. അപ്പം ഇപ്പം നമ്മൾ നിഫ്റ്റിയുടെ ഓപ്ഷൻ ചെയിൻ എടുത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നിഫ്റ്റിയുടെ പെർ ലോട്ട് എന്ന് പറഞ്ഞാൽ ഒരു ലോട്ടിൽ 50 യൂണിറ്റാണുള്ളത്. അപ്പോൾ പെർ ലോട്ടിലേക്ക് ചേഞ്ച് ചെയ്യുമ്പോൾ ഓരോ സ്ട്രൈക്ക് പ്രൈസിലും പെർ ലോട്ടിൻ്റെ പ്രൈസ് ടോട്ടലായിട്ടുള്ള 50 യൂണിറ്റുകളുടെ പ്രൈസ് ഒരുമിച്ച് കിട്ടും. അപ്പോൾ അത് അത്രയും സാധനങ്ങൾക്ക് ഉള്ള ഡെൽറ്റയും നമുക്ക് ഇവിടെ ചേഞ്ച് ആയിട്ട് വരുന്നതാണ്. അതായത് പെർ ലോട്ട് ഡെൽറ്റ ഇപ്പോൾ 0.9, 0.86 അങ്ങനെയാണെങ്കിൽ ഇൻറ്റു 50 ആയിട്ടുള്ള വാല്യൂ പെർ ലോട്ടെന്നും പറഞ്ഞ് ഉള്ളതിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഡെൽറ്റയും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയാം. നമ്മുടെ അണ്ടർലൈങ്ങിൻ്റെ പ്രൈസ് അല്ലെങ്കിൽ സ്പോട്ടിൽ ഇതിപ്പം 22,500 എടുത്ത് ഇപ്പം 22,500 തന്നെയാണ് സ്പോട്ടെന്ന് വിചാരിക്കുക. ഇതിപ്പോൾ സ്ട്രൈക്ക് പ്രൈസാണ്, 22,500 സ്പോട്ടെന്ന് വിചാരിക്കുക. 500 സ്പോട്ടിലുള്ള നിഫ്റ്റി ഒരു പോയിൻ്റ് കയറുമ്പോൾ നമുക്ക് 22,500 കോൾ ഓപ്ഷനിൽ 25 റുപ്പീസിൻ്റെ ഇൻക്രീസ് ഉണ്ടാവും. അതായത് 5,750, 5,775 ആവും. ഇത് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇത് പെർ ലോട്ടാണ്. ഇനിയിപ്പം പെർ യൂണിറ്റ് സ്ട്രൈക്ക് പ്രൈസ് ആണ് അറിയേണ്ടതെങ്കിൽ നമുക്ക് പെർ യൂണിറ്റ് എന്ന് പറയുന്നത് 0.5 ആണ് ATMൽ. അപ്പോൾ നിഫ്റ്റി ഒരു പോയിൻ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു യൂണിറ്റിൽ 50 പൈസ വ്യത്യാസം വരും. അതായത് നിഫ്റ്റി ഒരു പോയിൻ്റ് കയറിയാൽ നമ്മുടെ ATM സ്ട്രൈക്കായ 22,500 നമുക്ക് 115 രൂപയാണ് ഒരെണ്ണത്തിന്. അതിൽ 115.5 റുപ്പി ആയിട്ട് മാറും. അപ്പോൾ അങ്ങനെ ആ അണ്ടർലൈങ്ങിലെ ഒരു യൂണിറ്റ് മാറുമ്പോൾ ഓപ്ഷൻ പ്രൈസിൽ എത്ര വ്യത്യാസം വരും എന്നുള്ളതാണ് ഡെൽറ്റ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം ഇത് 0 to 1 ആണ് ഡെൽറ്റയുടെ വാല്യൂ കോൾ ഓപ്ഷൻസിൽ. അതുപോലെ തന്നെ പുട്ട് ഓപ്ഷൻസിലെല്ലാം -1 to 0 ആണ്. അപ്പം ഈ സൈഡിൽ കാണാം എല്ലാ ഇതും നെഗറ്റീവിലാണ് കാണിച്ചിരിക്കുന്നത്. ഇത് പോസിറ്റീവ് ഡെൽറ്റയാണ്. ഇപ്പുറത്തെ ഡെൽറ്റ പുട്ട് ഓപ്ഷൻ്റെ ഡെൽറ്റ എല്ലാം നെഗറ്റീവാണ്, മൈനസ് എന്ന് പറഞ്ഞാൽ വരുന്നത്. അപ്പോൾ ഇത് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുട്ട് ഓപ്ഷൻ നമ്മൾ എടുക്കുന്നത് എപ്പോഴും മാർക്കറ്റ് താഴേക്ക് പോകും അല്ലെങ്കിൽ പ്രൈസ് കുറയും എന്നുള്ള രീതിക്കാണല്ലോ പുട്ട് ഓപ്ഷൻസ് എടുക്കുന്നത്. പ്രൈസ് കുറയുമെന്ന് നമ്മൾ വിചാരിക്കുമ്പോഴാണല്ലോ പുട്ട് ഓപ്ഷൻ എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ വാല്യൂ നെഗറ്റീവാണ്. അപ്പോൾ ഇതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ഇപ്പോൾ നമ്മൾ 22,500 ATM ആയിട്ടുള്ള ഈ സ്ട്രൈക്കിൻ്റെ പുട്ട് ഓപ്ഷനാണ് എടുക്കുന്നതെങ്കിൽ നിഫ്റ്റി ഒരു പോയിൻ്റ് മുകളിലേക്ക് പോയാൽ നമ്മുടെ പുട്ട് ഓപ്ഷൻ്റെ പ്രൈസ് ആ ഡെൽറ്റയ്ക്ക് അനുസരിച്ചുള്ള വാല്യൂ താഴേക്ക് പോകും. അപ്പോൾ ഡെൽറ്റ 0.5 ആണെങ്കിൽ 0.5 റുപ്പി താഴേക്ക് പോകും. നിഫ്റ്റി ഒരു പോയിൻ്റ് കയറുമ്പോൾ ആ ഡെൽറ്റ വാല്യൂക്ക് അനുസരിച്ചുള്ള വാല്യൂ പുട്ട് ഓപ്ഷൻ്റെ താഴേക്ക് പോകും. അതുകൊണ്ടാണ് അത് നെഗറ്റീവായിട്ട് വരുന്നത്. നമ്മൾ പുട്ട് അതേസമയം നിഫ്റ്റി ഒരു പോയിൻ്റ് താഴേക്കാണ് പോകുന്നതെങ്കിൽ ഡെൽറ്റ വാല്യൂക്ക് അനുസരിച്ചുള്ള പോയിൻ്റ് നമുക്ക് ഓപ്ഷൻ പ്രൈസിൽ ഇൻക്രീസും ആവും. അപ്പോൾ അതാണ് ഡെൽറ്റ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പെർ ലോട്ടാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഒരു ATM സ്ട്രൈക്ക് വാങ്ങാനായിട്ട് നമുക്കൊരു പുട്ട് ഓപ്ഷൻ വാങ്ങാനായിട്ട് നമുക്ക് 6,930 റുപ്പിയാണ് ഇപ്പം നമുക്കാകുന്നത്. അപ്പോൾ നിഫ്റ്റി ഒരു പോയിൻ്റ് കൂടിക്കഴിഞ്ഞാൽ ഡെൽറ്റ എന്ന് പറയുന്നത് 25 ആണ്, -25 ആണ്. അപ്പോൾ നിഫ്റ്റി ഇപ്പോൾ ഉള്ള സ്പോട്ടിൽ നിന്ന് ഒരു പോയിൻ്റ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഡെൽറ്റ 25 ആയതുകൊണ്ട് 6,930 25 റുപ്പി കുറവ് വരും. വേറെ ഫാക്ടേഴ്സ് ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാതെ ഡെൽറ്റ മാത്രം വെച്ചാണെങ്കിൽ 25 റുപ്പീസിൻ്റെ കുറവ് വരും. ഇതാണ് ഡെൽറ്റ വാല്യൂ കൊണ്ട് പ്രാക്ടിക്കലായിട്ട് നമുക്ക് മനസ്സിലാക്കാനുള്ള കാര്യം. അടുത്ത ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറയുന്നത് ഗാമ എന്ന് പറയുന്നതാണ്. ഗാമ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗാമ മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റ
കൺസേണിങ് ചേഞ്ചസ് ഇൻ ദ പ്രൈസ് ഓഫ് അണ്ടർലൈയിങ് അസറ്റ്. അതായത് അണ്ടർലൈയിങ് ആയിട്ടുള്ള അസറ്റിൻ്റെ പ്രൈസ് ഒരു പോയിൻ്റ് മൂവ് ചെയ്യുമ്പോൾ നമ്മൾ നേരത്തെ ഇപ്പോൾ കണ്ടു ഡെൽറ്റയുടെ റേഞ്ച് അനുസരിച്ച് എത്ര രൂപ വ്യത്യാസം വരും, ഓപ്ഷൻ പ്രൈസിൽ പ്രീമിയം എത്ര രൂപ വരുമെന്ന്. അപ്പോൾ ആ അണ്ടർലൈയിങ് പ്രൈസ് 1 കഴിഞ്ഞിട്ട് 2, 3, 4 അങ്ങനെ ഓരോ പോയിൻ്റ് കൂടുമ്പോഴും ആ ഡെൽറ്റ വാല്യൂവിൽ വരുന്ന ചേഞ്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്നതാണ് ഗാമ. അപ്പോൾ ഇത് അത്രയും ഇതായില്ലെങ്കിൽ നമുക്ക് മറ്റേ ഓപ്ഷൻ ചെയിനിൽ പോയിട്ട് ഇതിൻ്റെ എങ്ങനെയാണ് ഇതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പോലെ തന്നെ ഗാമ വാല്യൂസ് ഇവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കോൾ ഓപ്ഷനെ സംബന്ധിച്ചാണ് ആദ്യം പറയുന്നത്. അണ്ടർലൈയിങ്ങിൻ്റെ വാല്യൂ കൂടുമ്പോൾ കോൾ ഓപ്ഷൻസിൻ്റെ വാല്യൂ കൂടുകയും പുട്ട് ഓപ്ഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ വാല്യൂ കുറയുകയുമാണ് ചെയ്യുന്നത്. അപ്പോൾ ആ കുറയുന്നതിൻ്റെ റേറ്റും ഗാമ തീരുമാനിക്കും, കൂടുന്നതിൻ്റെയും ഗാമ തീരുമാനിക്കും. അപ്പോൾ എങ്ങനെയാണ് അത് ATM ഹയസ്റ്റ് ഗാമ ഉള്ളതെന്ന് കാണാം. അപ്പോൾ നമ്മളിപ്പോൾ പെർ ലോട്ടാണ് നോക്കുന്നത്. നേരത്തെ അതേ സ്ട്രൈക്ക് തന്നെ നമ്മൾ വിചാരിക്കാം. 22,500 കോൾ ഓപ്ഷൻ നമ്മൾ ബൈ ചെയ്തു. ഇതിൻ്റെ ഗാമ എന്ന് പറയുന്നത് 0.07 ആണ്. അപ്പോൾ ഇത് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 5,750 റുപ്പിക്ക് നമ്മൾ ഒരു സ്ട്രൈക്ക് വാങ്ങി, ഒരു ലോട്ട് വാങ്ങി 22,500 ഒരു കോൾ ഓപ്ഷൻ. അപ്പോൾ അതിൻ്റെ ഒരു പ്രൈസ്, അതായത് നിഫ്റ്റി ഇപ്പോൾ 22,500 നിൽക്കുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ 22,501 ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഡെൽറ്റ ആയിട്ടുള്ള 25 റുപ്പീസ് കിട്ടും. അത് കഴിഞ്ഞ് അഡീഷണലായിട്ട് ഒരു ഇതും കൂടെ, അതായത് 502 ആകുമ്പോൾ 1-ൽ നിന്ന് 22,501-ൽ നിന്ന് 22,502 ആകുമ്പോൾ നമുക്ക് ഒരു 25 റുപ്പി കിട്ടും ഡെൽറ്റയുടേത്. അതിനുശേഷം അഡീഷണലായിട്ട് നമുക്ക് ഈ ഗാമയുടെ വാല്യൂയും കൂടെ അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കിട്ടും. അതായത് 25 റുപ്പി. അപ്പം 22,501 ആകുമ്പോൾ നമുക്ക് 25 കിട്ടിയെന്ന് വിചാരിക്കുക, അഡീഷണലായിട്ട് കിട്ടി. 22,502 ആകുമ്പോൾ ആ 22,525 പ്ലസ് ഈ ഡെൽറ്റയുടെ ഒരു 25 കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഗാമയുടെ ഒരു 0.07 റുപ്പിയും കൂടെ നമുക്ക് അഡീഷണലായിട്ട് കിട്ടും. അങ്ങനെ ഓരോ പോയിൻ്റ് കൂടുമ്പോഴും നമുക്ക് ആ ഗാമ വാല്യൂ അഡീഷണലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ഓരോ അഡീഷണൽ പോയിൻ്റ് കൂടുമ്പോഴും നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന ആ ഒരു പ്രൈസിനെ നമുക്ക് ഗാമ വാല്യൂ എന്ന് മനസ്സിലാക്കാം. അതായത് ഡെൽറ്റയുടെ ചേഞ്ചിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റയാണ് ഗാമ. അപ്പോൾ ഡെൽറ്റ ഓരോ പ്രാവശ്യവും മാറുന്നതനുസരിച്ച് ഓരോ പോയിൻ്റ് ഇൻക്രീസ് ചെയ്യുമ്പോഴും ഡെൽറ്റ കൂടുന്നതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന പൈസ ഇതാണെന്ന്, ഗാമയാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി അങ്ങനെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ അതാണ് ഗാമ. അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പം നെക്സ്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറയുന്നത് തേറ്റയാണ്. തേറ്റ എന്ന് പറയുന്നത് തേറ്റ മെഷേഴ്സ് ദ റേറ്റ് ഓഫ് ഡിക്ലൈൻ ഓഫ് ദ ഓപ്ഷൻ പ്രൈസ് കൺസേണിങ് ദ പാസേജ് ഓഫ് ടൈം. അതായത് നമ്മുടെ ഓപ്ഷൻ്റെ പ്രീമിയം എക്സ്പയറി ആ ദിവസം കഴിയുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ ഇങ്ങനെ കുറഞ്ഞ് OTM സ്ട്രൈക്കുകളൊക്കെ 0 ആകും. ITM സ്ട്രൈക്ക് ആണെങ്കിലും അത് ITM സ്ട്രൈക്കിന് ഒരു ഇൻട്രിൻസിക് വാല്യൂ ഉള്ളതുകൊണ്ട് അതുണ്ടാവും. OTM സ്ട്രൈക്കുകളൊക്കെ സ്ട്രൈക്കിൻ്റെ പ്രീമിയം ഒക്കെ എക്സ്പയറി ആകുന്ന ദിവസം ആ ദിവസം കഴിയുന്നതോടുകൂടി അത് 0 ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കും. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും ഓരോ ദിവസവും ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ എത്ര ചേഞ്ച് വരും, എത്ര DK വരും, അല്ലെങ്കിൽ എത്ര കുറയും, ഓപ്ഷൻ്റെ പ്രൈസ് എത്ര കുറയും എന്നതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഓപ്ഷൻ ഗ്രീക്കാണ് തീറ്റ. തീറ്റ എന്ന് പറയുമ്പോൾ T വെച്ചത് ടൈം DK എന്നുള്ള സാധനമാണ്. അപ്പോൾ ടൈം DK തീറ്റ അത് ഓരോ ദിവസം കഴിയുമ്പോഴും അറ്റ് ദ എൻഡ് ഓഫ് എ ഡേ ഇന്നത്തെ രാവിലത്തെ പ്രീമിയത്തിൽ നിന്ന് ആ ഓപ്ഷൻ്റെ പ്രീമിയം എത്ര രൂപ കുറയും എന്നുള്ള ഒരു കാൽക്കുലേഷൻ, അല്ലെങ്കിൽ ഒരു ഏകദേശം ഇത്ര രൂപ കുറയും എന്നുള്ളൊരു കാൽക്കുലേഷനാണ് തീറ്റ. അപ്പോൾ തീറ്റ വാല്യൂ വെച്ചിട്ട് നമുക്ക് സ്ട്രൈക്ക് പ്രൈസിൽ വെച്ചിട്ട് നമുക്ക് ഓപ്ഷൻ ചെയിനിൽ പോയി അതൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. എക്സ്പയറിക്ക് കുറേ ദിവസം ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ ഒത്തിരി ദിവസം ദൂരെ ഉള്ളപ്പം തീറ്റ വാല്യൂ കുറവായിരിക്കും. എക്സ്പയറിയോട് അടുക്കും തോറും തീറ്റ പെട്ടെന്ന് കൂടി പെട്ടെന്നുള്ള DK സംഭവിക്കും. അപ്പോൾ നമുക്ക് അത് ഓപ്ഷൻ ചെയിനിലൊന്ന് പോയിട്ട് അതെന്താണെന്നൊന്ന് മനസ്സിലാക്കാൻ നോക്കാം. ഇപ്പോൾ അതിൻ്റെ ഒരു പ്രാക്ടിക്കൽ വശം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ 2 എക്സ്പയറിയുള്ള ഒരു ഓപ്ഷൻ എടുക്കുകയാണ്. അപ്പോൾ സെയിം സ്ട്രൈക്ക് പ്രൈസ് തന്നെ നമ്മൾ എടുക്കണം. അതായത് ഇപ്പം 14th മാർച്ചുള്ള ഒരു എക്സ്പയറിയും 14 മാർച്ചുള്ള ഒരു എക്സ്പയറിയും അതേപോലെ തന്നെ 15
25 ഏപ്രിലുള്ള ഒരു 22,500 ഒരു എക്സ്പയറി നമുക്കൊന്ന് നോക്കാം. അതായത് 22,500 സെയിം സ്ട്രൈക്ക് പ്രൈസ് തന്നെ എടുക്കാം. $22,500 ഇതിൻ്റെ എക്സ്പയറി 25 ഏപ്രിലാണ്. അതിൻ്റെ തീറ്റ വാല്യൂ എന്ന് പറയുന്നത് പെർ ലോട്ട് 216. അപ്പോൾ ഇപ്പോഴത്തെ ഇതിൽ അതായത് 14th മാർച്ചിനുള്ളതിന് 414. അപ്പോൾ 14th മാർച്ച് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എക്സ്പയറിക്ക് 5 ദിവസമുള്ളൂ. അപ്പോൾ ഇതിൻ്റെ റേറ്റ് നോക്കുവാണെങ്കിൽ ഒരു ലോട്ട് പെർ ലോട്ട് തീറ്റ വാല്യൂ എന്ന് പറയുന്നത് 22,500 സ്ട്രൈക്ക് പ്രൈസിൻ്റെ CEക്ക് 414 രൂപയാണ്. അതായത് ഒരു ദിവസം കഴിയുമ്പോൾ ഇപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 5,750 ആണ്. കാണാം 5,750 ആയിട്ടുള്ള ഇത്. ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുവാണെങ്കിൽ, മാറാതെ നിൽക്കുവാണെങ്കിൽ ഈ 5750 ഇന്നത്തെ ദിവസം അവസാനിക്കുമ്പോൾ, അതായത് രാവിലെ ഈ 5750 ആണെങ്കിൽ ആ ഡേ കഴിഞ്ഞ് 1 ഡേ കഴിയുമ്പോൾ നാളെ ഇതിൻ്റെ റേറ്റ് 414 രൂപ കുറയാൻ സാധ്യതയുണ്ട്. തീറ്റ എപ്പോഴും നെഗറ്റീവാണ് കോളിനും പുട്ടിനും. കാരണം എന്താണെന്ന് പറഞ്ഞാൽ അത് എപ്പോഴും കുറയ്ക്കുന്ന ഒരു വാല്യൂ ആണ്. അതായത് ഇപ്പം 5750 ആണ്, അതിൽ നിന്ന് നാളെ ആകുമ്പോഴത്തേക്ക് വേറെ ഫാക്ടേഴ്സ് എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്തില്ലെങ്കിൽ വെറും തീറ്റ മാത്രം നോക്കുകയാണെങ്കിൽ ഇതിന് 414 റുപ്പിയുടെ കുറവ് വരാൻ സാധ്യതയുണ്ട്. ഈ 5,750 414 റുപ്പി കുറവായിരിക്കും നാളെ ഇതിൻ്റെ പ്രൈസ് എന്നുള്ളതാണ് ഈ തീറ്റ വാല്യൂ കൊണ്ട് പറയുന്നത്. ടൈം DK ആണ് തീറ്റ. അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കാനുള്ളതെന്ന് പറയുമ്പം ഫാർ എക്സ്പയറി, അതായത് ഇപ്പോൾ ഇത് നെക്സ്റ്റ് വീക്ക് എക്സ്പയറി 14th മാർച്ചാണ്. ഇന്നിപ്പം 9th മാർച്ചാണ് ഇത് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ 14th എന്ന് പറയുന്നത് നെക്സ്റ്റ് നിയർ എക്സ്പയറിയാണ്, അടുത്ത വീക്കിലെ എക്സ്പയറിയാണ്. അപ്പോൾ നമുക്ക് നേരത്തെ പോലെ ഒരു ഫാർ എക്സ്പയറി നോക്കാം. 25 ഏപ്രിൽ എന്ന് പറയുന്നത് 47 ദിവസം കഴിഞ്ഞുള്ളതാണ്. 14th മാർച്ച് 5 days ആണെങ്കിൽ 25 ഏപ്രിൽ എന്ന് പറയുന്നത് 47 days കഴിഞ്ഞുള്ള എക്സ്പയറിയാണ്. അപ്പോൾ അതിൻ്റെ തീറ്റ വാല്യൂ നോക്കുമ്പോൾ നമുക്ക് കാണാം മറ്റേത് സെയിം സ്ട്രൈക്ക് പ്രൈസ് 22,500ൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 26,490 റുപ്പിയാണ് ഇപ്പോഴതിൻ്റെ പ്രൈസ്. ഒരു ലോട്ടിന് 22,500 സെയിം സ്ട്രൈക്ക് എടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ തീറ്റ വാല്യൂ 216 ഉള്ളൂ എന്ന് നമുക്ക് കാണാം. അതായത് ഇന്നിപ്പോൾ 26,490 ഉള്ളത് നാളെ 216 രൂപ അതിൽ നിന്ന് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിക്ക് 414 ആണെന്ന് നമ്മൾ കണ്ടു. പക്ഷേ 54 days കഴിഞ്ഞുള്ള 47 days കഴിഞ്ഞുള്ള എക്സ്പയറിക്ക് 216 ഉള്ളൂ തീറ്റ DK. അപ്പോൾ ഫാർ എക്സ്പയറിക്ക്, അതായത് ഓപ്ഷൻ്റെ ഇതിൻ്റെ ആ ഒരു റേറ്റ്, തീറ്റയുടെ റേറ്റ് ഓപ്ഷൻ്റെ ആ ഒരു എക്സ്പയറിയോട് അടുക്കും തോറും കൂടിക്കൊണ്ടിരിക്കും. അതായത് പെട്ടെന്ന് DK വന്നുകൊണ്ടിരിക്കും ഓപ്ഷൻ്റെ എക്സ്പയറിയോട് അടുക്കുമ്പോൾ. അതായത് ഫാർ എക്സ്പയറിക്ക് തീറ്റ ഭയങ്കര കുറവായിരിക്കും. അത് എക്സ്പയറിയോട് അടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും തീറ്റയുടെ DK ഭയങ്കര കൂടി വരും. അതാണ് പ്രാക്ടിക്കലി ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഇപ്പം 47 days അല്ലെങ്കിൽ അത് കഴിഞ്ഞുള്ളതിലും കൂടി വരുന്നതനുസരിച്ച് തീറ്റ DK കുറവായിരിക്കും. ഓപ്ഷൻ ബയേഴ്സിനെതിരെയാണ് തീറ്റ വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓപ്ഷൻ സെല്ലേഴ്സിന് ഫേവറബിളായിട്ടാണ് തീറ്റ DK വർക്ക് ചെയ്യുന്നത്. ഇനിയിപ്പം അടുത്ത ഓപ്ഷൻ ഗ്രീക്ക് എന്ന് പറയുന്നത് വേഗയാണ്. അപ്പോൾ വേഗ എന്ന് പറയുന്നത് വേഗ മെഷേഴ്സ് ദ സെൻസിറ്റിവിറ്റി ഓഫ് ഓപ്ഷൻ പ്രൈസ് കൺസേണിങ് ചേഞ്ചസ് ഇൻ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി. അതായത് 1% ചേഞ്ച് ഇൻ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഉണ്ടായാൽ ഓപ്ഷൻ്റെ പ്രൈസ് എന്തോരം മാറും എന്നുള്ളതാണ് വേഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഓപ്ഷൻ ചാർട്ട് ചെയിനിൽ പോയിട്ട് വേഗയുടെ ഇൻഫ്ലുവൻസ് എങ്ങനെയാണെന്ന് പ്രാക്ടിക്കലി മനസ്സിലാക്കാൻ നോക്കാം. അപ്പോൾ ഇപ്പോൾ നമുക്ക് കാണാം നമ്മുടെ 22,500ൻ്റെ സ്ട്രൈക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് എക്സ്പയറിയുള്ള, അതായത് 14th മാർച്ചിനുള്ള എക്സ്പയറിയുടെ വേഗ എന്ന് പറയുന്നത് 622 ആണ്. അതായത് ഇപ്പോൾ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ടിരിക്കുകയാണ്. അതായത് ഇത് ഇൻട്രാഡേയോ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പെട്ടെന്ന് തന്നെ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഒരു 1% ചേഞ്ച് വന്നാൽ, അത് ഏത് സ്ട്രൈക്കിൻ്റെ ആണെങ്കിലും ഇംപ്ലൈഡ് വോളറ്റിലിറ്റി 1% ചേഞ്ച് വന്നു കഴിഞ്ഞാൽ ഈ ഓപ്ഷൻ്റെ 5,750 റുപ്പീസുള്ള ഈ ഓപ്ഷൻ്റെ പ്രൈസ് 622 റുപ്പി കൂടും. അതാണ് നമ്മൾ വേഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ
ചില സമയത്ത് ഒരു ഇംപ്ലൈഡ് വോളറ്റിലിറ്റി പെട്ടെന്ന് തന്നെ ഇപ്പോൾ ഒരു 1% ചേഞ്ച് ആയാലാണ് 622 റുപ്പി കൂടുന്നത്. അപ്പോൾ ചില സമയത്ത് 2% ആയിരിക്കും, 5% ആയിരിക്കും. അപ്പോൾ ഈ ഒരു പ്രൈസിൽ നിന്ന് 1% വരെ, ഇപ്പം 2% ആണെങ്കിൽ 622 into 2,244 റുപ്പി ചേഞ്ച് വരും. 2% ഇൻക്രീസ് ഇൻ വോളറ്റിലിറ്റി, ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഉണ്ടായാൽ പെട്ടതാണ് വേഗ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്രയും നേരത്തെ ഒരു പോയിൻ്റ് സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ, നമ്മൾ ഓപ്ഷൻ്റെ ഇപ്പോൾ ഒരു സി സൈഡിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ 4 ഓപ്ഷൻ ഗ്രീക്സ് ആണ് മെയിനായിട്ട് നമ്മൾ സ്ട്രൈക്ക് പ്രൈസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതായത് ഡെൽറ്റ, ഗാമ, തീറ്റ, വേഗ. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് അണ്ടർലൈങ്ങിൻ്റെ പ്രൈസിൽ 1 രൂപ അല്ലെങ്കിൽ 1 പോയിൻ്റ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഓപ്ഷൻ്റെ പ്രീമിയത്തിൽ എത്ര രൂപയുടെ വ്യത്യാസം വരും എന്ന് കാണിക്കുന്നതാണ് ഡെൽറ്റ. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ നേരത്തെ പറഞ്ഞ 22,500 സ്ട്രൈക്ക് പ്രൈസിൻ്റെ കോൾ ഓപ്ഷൻ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നു. അതിൻ്റെ ഡെൽറ്റ ഇപ്പോൾ 25 ആണ്. അപ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ പ്രൈസ് എന്ന് പറയുന്നത് 5,750 ആണ്. അപ്പോൾ ഡെൽറ്റ 25 ആണ് എന്നുള്ളത് കൊണ്ട് ഒരു ലോട്ട് 22,500 കോൾ ഓപ്ഷൻ എടുത്തു വെച്ചിരിക്കുന്ന ഒരാൾക്ക് 5,750 നിന്ന് എത്ര രൂപ, 25 റുപ്പി കൂടെ അഡീഷണലായിട്ട് കിട്ടും. ഇപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസ് 22,500 ആണെങ്കിൽ 22,501 ആകുമ്പോൾ 5,750 എന്നുള്ളത് 5,775 റുപ്പി ആകും. അതാണ് ഡെൽറ്റ തീരുമാനിക്കുന്നത്. ഗാമ എന്താണ് തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചേഞ്ച് ഇൻ വാല്യൂ ഓഫ് ഡെൽറ്റയാണ് തീരുമാനിക്കുന്നത്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ഡെൽറ്റയാണ് ഗാമ. അപ്പോൾ അതിൻ്റെ പ്രാക്ടിക്കലായിട്ട് എങ്ങനെയാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 22,500 സ്പോട്ട് പ്രൈസുള്ള സമയത്ത്, നിഫ്റ്റിയുടെ സ്പോട്ട് പ്രൈസുള്ള സമയത്ത്, ഫോർ എക്സാമ്പിൾ 22,500ൻ്റെ സ്ട്രൈക്ക് പ്രൈസ് കോൾ ഓപ്ഷൻ എടുത്തു വെച്ചിരിക്കുന്ന ആൾ 22,501 ആകുമ്പോൾ അയാൾക്ക് 25 റുപ്പി ഡെൽറ്റയുടെ കിട്ടും. 22,501 കഴിഞ്ഞ് അഡീഷണലായിട്ട് 1 പോയിൻ്റ് കൂടെ കയറുമ്പോൾ, അതായത് 502 ആകുമ്പോൾ ഡെൽറ്റയുടെ 25 കിട്ടും, പ്ലസ് ഗാമയുടെ ഈ വാല്യൂവും കൂടെ അഡീഷണലായിട്ട് കിട്ടും. അപ്പോൾ ഓരോ ഫസ്റ്റ് പോയിൻ്റ് കഴിഞ്ഞിട്ടുള്ള ഓരോ പോയിൻ്റ് കയറുമ്പോഴും നമുക്ക് അഡീഷണലായിട്ട് കിട്ടുന്ന പൈസയുടെ വാല്യൂ ആണ് ഗാമ തീരുമാനിക്കുന്നത്. അതായത് ഡെൽറ്റ വാല്യൂവിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഗാമ വാല്യൂവും കൂടെ ഓരോ പോയിൻ്റ് കയറുമ്പോഴും നമുക്ക് കിട്ടും. അതാണ് ഗാമ വാല്യൂ. ഇനി തീറ്റ എന്ന് പറയുന്നത് ടൈം ഡീക്കേ ആണ്. അതായത് ടൈം ടു ഒരു ഓപ്ഷൻ്റെ പ്രൈസ് ഒരു ദിവസം കഴിയുമ്പോൾ, അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ എത്ര കുറയും എന്നുള്ളതാണ് തീറ്റ എന്ന് പറയുന്ന വാല്യൂ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ സെയിം എക്സാമ്പിളിൽ കൂടെ തന്നെ പറയുകയാണെങ്കിൽ, 22,500ൻ്റെ സി നമ്മളിപ്പോൾ രാവിലെ വാങ്ങി വെച്ചിരിക്കുകയാണ്. 5,750 റുപ്പിയാണ് ഇപ്പോഴത്തെ വാല്യൂ എന്ന് വിചാരിക്കുക. അപ്പോൾ അത് 1 ഡേ കഴിയുമ്പം, നാളെ ആകുമ്പോഴത്തേക്ക് അതിൻ്റെ തീറ്റ ഡി കെ എന്ന് പറയുന്നത് 414 ആണ്. അപ്പോൾ ഈ നാളെ രാവിലെ ആകുമ്പോഴത്തേക്ക് ബാക്കി എല്ലാ ഫാക്ടേഴ്സും ചേഞ്ച് ചെയ്യാതിരിക്കുകയാണെങ്കിൽ 5,750 നിന്ന് 414 റുപ്പി കുറവായിരിക്കാൻ സാധ്യതയുണ്ട് നാളത്തെ ഇതിൻ്റെ പ്രീമിയം. അതായത് 22,500ൻ്റെ നാളത്തെ പ്രീമിയം 5,750 നിന്ന് 414 റുപ്പി കുറവായിരിക്കാൻ സാധ്യതയുണ്ട്. കുറവായിരിക്കും എന്നുള്ളതാണ്, അത്രയും വരെ കുറവ് വരാൻ സാധ്യത എന്നുള്ളതാണ് തീറ്റ ഡി കെ. ബാക്കി എല്ലാ ഫാക്ടേഴ്സും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണെങ്കിൽ. അങ്ങനെ എക്സ്പയർ എടുക്കും തോറും ഓപ്ഷൻ്റെ പ്രൈസിൽ വരുന്ന ഡി കെ ആണ് തീറ്റ ഡി കെ. അപ്പോൾ അത് ഫാർ എക്സ്പയറി ആണെങ്കിൽ വളരെ കുറവായിരിക്കും. നിയർ ടു എക്സ്പയറി ആകുമ്പം തീറ്റ ഡി കെ പെട്ടെന്നുണ്ടാവും, അത് ഫാസ്റ്റായിട്ട് സംഭവിക്കും. അടുത്തതെന്ന് പറയുന്നത് വേഗയാണ്. വേഗ എന്ന് പറയുന്നത് ഒരു ഓപ്ഷൻ്റെ അണ്ടർലൈങ്ങിൽ 1% ചേഞ്ച് ഇൻ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഉണ്ടായാൽ ഓപ്ഷൻ്റെ പ്രൈസിനെ എത്ര ചേഞ്ച് വരും എന്നുള്ളതാണ് വേഗയുടെ വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സെയിം എക്സാമ്പിൾ തന്നെ എടുത്താൽ ബാക്കി എല്ലാ കാര്യങ്ങളും സെയിം ആയിട്ടിരിക്കുകയാണ്. 22,500 പ്രൈസോ സമയമൊന്നും മാറിയിട്ടില്ല. 22,500 സ്ട്രൈക്ക് പ്രൈസിലിരിക്കുന്ന സ്പോട്ടിലിരിക്കുന്നു പ്രൈസ്, നിഫ്റ്റിയുടെ പ്രൈസ്. നമ്മൾ 22,500ൻ്റെ സ്ട്രൈക്ക് വാങ്ങി വെച്ചിരിക്കുന്നു.
പൈസ ഇപ്പോൾ 5,750 ആണ് അതിൻ്റെ പ്രൈസ്. ബാക്കി എല്ലാ കാര്യങ്ങളും കോൺസ്റ്റൻ്റ് ആയിട്ടിരിക്കുകയാണ്, പ്രൈസ് ഒന്നും മാറിയിട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഇംപ്ലൈഡ് വോളറ്റിലിറ്റി 1% ചേഞ്ച് ചെയ്താൽ ഈ 5,750 എന്നുള്ള വാല്യൂ പ്ലസ് 622 റുപ്പിയും കൂടെ കൂടും. അതായത് ഈ വേഗ വാല്യൂവും കൂടെ കൂടും. അതായത് 1% എവരി 1% ചേഞ്ച് ഇൻ ഇംപ്ലൈഡ് വോളറ്റിലിറ്റിയിലാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ചില സമയത്ത് 2%, 3% ഒക്കെ മാറിയാൽ ചിലപ്പോൾ ഇൻട്രാഡേ തന്നെ മാറാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഓരോ ദിവസവും ഒരു 2% ചേഞ്ച് വന്നു കഴിഞ്ഞാൽ അത്രയും ചേഞ്ച് വരുമ്പോഴത്തേക്ക് 622 × 2 ആണ് അതിൻ്റെ പ്രൈസ്. അതായത് 1,244 റുപ്പിയും കൂടെ ഇതിൻ്റെ കൂടെ അഡീഷണലായിട്ട് ഇതിൻ്റെ വാല്യൂ കയറും. അങ്ങനെ എവരി 1% ചേഞ്ച് ഇൻ ഇംപ്ലൈഡ് വോളറ്റിലിറ്റി ഉണ്ടായാൽ എത്ര രൂപയുടെ വ്യത്യാസം വരും ഓപ്ഷൻ പ്രൈസിലെന്ന് നോക്കുന്നതാണ് വിക. അപ്പോൾ ഇതാണ് ഓപ്ഷൻ ഗ്രീക്സിനെ കുറിച്ചുള്ള ഒരു ബിഗിനർ ലെവലുള്ളൊരു ബേസിക് ആയിട്ടുള്ള ഒരു സമ്മറി ആയിട്ട് ഇതാക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയിപ്പോൾ വേറൊരു വീഡിയോയിൽ കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.